प्यारे बच्चों, मेरे दूसरा ഓൺലൈൻ कक्षा में आपको स्वागत. പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ രണ്ടാമത് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗത്തിലെ ടിപ്പണിയുടെ ഭാഗമാണ്. ഈ ടിപ്പണിക്ക് ഹേതുവായ ശുക്ൽജിയുടെ കവിത കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഇതിൽ ആവർത്തിച്ച് വന്നേക്കാം. ആർക്കും മുഷിപ്പ് തോന്നരുത്. ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ ക്ലാസ് കാണണമെന്ന് ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്. पहले आप पन्ना नंबर 15 देखते समय आपके दृष्टि पहले किस में आता है? നോക്കി പറയൂ. അതെ, കുറച്ച് കുട്ടികൾ പറയുന്നു നേരെ ഹെഡിങ്ങിലേക്കാണ് ശ്രദ്ധ പോവുക. കുറച്ച് കുട്ടികൾ പറയുന്നു അതിൻ്റെ ചിത്രത്തിലേക്ക്. ഈ ചിത്രം കണ്ട കുട്ടികളും രണ്ടാമത് എവിടേക്ക് പോകും? അവരുടെ കാഴ്ച, അവരുടെ ദൃഷ്ടി. അതെ, എവിടേക്കാണ്? നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്ങിലേക്ക്. ഈ ടിപ്പണി എഴുതിയപ്പോൾ ആദ്യം നൽകിയത് ഒരു ശീർഷകമാണ്. ശീർഷകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഹെഡിങ്. അപ്പോൾ നമ്മുടെ ഒരു ടിപ്പണി എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് ഏത് തരം ടിപ്പണി എഴുതുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ശീർഷകദേന, ഒരു ഹെഡിങ് നൽകണം. ഒരു ഹെഡിങ് നിർബന്ധമായിട്ട് ജറൂറി ഹേ, നിർബന്ധമാണ്. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കൂ, നമ്മുടെ ഫസ്റ്റ് 2 പാരഗ്രാഫ്, നമ്മുടെ പാഠത്തിലെ നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് 2 പാരഗ്രാഫ് നോക്കൂ, വായിച്ചു നോക്കൂ, പഠിയേ. विनोद कुमार शुक्ल अपनी मौलिकता के साथ भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. कविता के अर्थ इतने सहज और साफ हैं कि उन्हें व्याख्या की दरकार नहीं. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. നോക്കൂ, विनोद कुमार शुक्ल की अपनी मौलिकता के साथ, ये 2 खंड में आपको पढ़ते समय किन किन नए വേർഡ്സ് देखा या नहीं? ഏതൊക്കെ പുതിയ വേർഡ്സുകളാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾക്കറിയാത്ത, അർത്ഥമറിയാത്ത ഏതൊക്കെ വേർഡ്സ് കണ്ടിട്ടുണ്ട്? ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, മൗലികത. മൗലികത എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി, യാഥാർത്ഥ്യത്തോടു കൂടി എന്ന അർത്ഥമാണ്. സെക്കൻഡ്, യെസ്, അൻഘടത. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അൻഘടത? ഭാഷാക്കി അൻഘടത എന്നാണ്, അല്ലേ? ഭാഷയുടെ ക്രമമല്ലാത്ത. അൻഘടത കാ അർത്ഥ ക്യാ ഹേ? ക്രമമല്ലാത്ത. നോക്കൂ, നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിൽ പറയുന്നുണ്ട്, ദേ കിടക്കണ് അബ്ദുൽ ഖാദർ ചളുക്കവും പിളുക്കവും മലർന്ന് എന്ന ഒരു വരിയുണ്ട്. ആ വരിയുടെ അർത്ഥം എന്താണ്? താഴെ അബ്ദുൽ ഖാദർ നിലത്ത് വീണു, താഴെ വീണു എന്ന അർത്ഥം വളരെ സുന്ദരമായിട്ട് ആരതാ എഴുതിയിട്ടുണ്ട്? വൈക്കം മുഹമ്മദ് ബഷീർ. അതൊരു അൻഘടതയാണ്, അതൊരു ക്രമമല്ലാത്ത ഭാഷയാണ്. അപ്പോൾ ആ ക്രമമല്ലാത്ത ഭാഷയിൽ കൃതി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിനെ എല്ലാവരും അറിയുന്നില്ലേ? വിഖ്യാതനായ വ്യക്തിയല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ? അതുപോലെ ഫേമസ് വാലാഹെ, വിഖ്യാതനായ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ കവിത എഴുതിയ ശുക്ൽജി. അതാണ് നരേഷ് സക്സേന അവിടെ പറയുന്നത്. നോക്കൂ, പിന്നീട് പറയുന്നുണ്ട്, കിന്തു എന്നാൽ इस कविता में मौलिक होने के साथ ही काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. ശുക്ൽജി ക്രമമല്ലാത്ത ഭാഷയിൽ ലേഖനം എഴുതുന്നതിൽ വിഖ്യാതനാണെങ്കിൽ പോലും ഈ കവിതയിൽ കാവ്യശില്പത്തിൻ്റെ കഴിവ്, തെളിവ് കവിയെപ്പോലെ കാണിച്ചു തരുന്നു. ഈ കവിതയിൽ അങ്ങനെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് എന്ന് കവി പറയുകയാണ്. എന്താണ് ശില്പ്? ശില്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
ഒരു രൂപങ്ങളെ, മനോഹരമായി കൊത്തുപണി ചെയ്ത രൂപങ്ങളെ നമ്മൾ എന്ത് പറയും? ശില്പം എന്ന് പറയും. അത് നിർമ്മിക്കപ്പെട്ട ആളെ നമ്മൾ എന്ത് പറയും? ശില്പി എന്ന് പറയും. അപ്പോൾ കവിതയിലെ ശില്പി ഒരു ശില്പം പോലെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കവിത. അതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറയുന്ന ഈ കവിത ഒരു ശില്പം പോലെയാണ്, ഒരു ശില്പം പോലെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന. नेक्स्ट गंड देखिए, पढ़िए। व्यक्ति को मैं नहीं जानता था, अताशा को जानता था। कहते हैं वे जानने की हमारी उस जानी पहचानी रूटी को तोड़ देता है जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है। यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते थे। सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इस हमारी मदद की ज़रूरत है। इस कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है। ഈ പാരഗ്രാഫിൽ व्यक्ति को मैं नहीं जानता था, अताशा को जानता था। व्यक्ति को मैं नहीं जानता था, अताशा को जानता था എന്ന വരികൾ എടുത്തു വെച്ചിട്ട് സക്സേന പറയുകയാണ്, ജാനിനെ വേ അദ്ദേഹം അഥവാ കവി, ജാനെ കി അമാരി ഉസ് ജാനി പഹ്ചാനി റൂട്ടി കോ അറിയുക എന്ന നമ്മുടെ തിരിച്ചറിവെന്ന സാമ്പ്രദായികതയെ തോട് ദേത്തെ ഹേ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ജോ വ്യക്തിക്ക് നാം, ഏതൊരു വ്യക്തിയെ, ജോ വ്യക്തിക്ക് നാം ഏതൊരു വ്യക്തിയെ, നാം, പതേ, ഉംർ, ഓഹദെ, വയസ്സുകൊണ്ട്, പേരുകൊണ്ട്, ജാതി കൊണ്ട്, പദവി കൊണ്ടും ഒക്കെ തിരിച്ചറിയുക എന്നത് ജാന്ന എന്ന പദത്തിനോട് ചേർന്നിരിക്കുന്നതാണ്. എന്നിട്ട് കവി പറയുകയാണ്, यदि हम किसी व्यक्ति को उसकी हताशा और निराशा, उसके संकट के नहीं जानते तो हम कुछ नहीं जानते. ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അദ്ദേഹത്തിൻ്റെ ക്ഷീണത്തെ, അദ്ദേഹത്തിൻ്റെ പ്രയാസം, ഉസ് സങ്കട് സേ നഹി ജാൻതേ തോ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളൊന്നും അറിയാത്തവരാണ്. അതിന് ഉദാഹരണമായിട്ട് പറയാണ്, റോട്ടിൽ അപകടത്തിൽപ്പെട്ട അപരിചിതനായ ഒരു വ്യക്തിയെ നമ്മൾ നോക്കിയിട്ട് എന്ത് പറയും? നമ്മൾ അറിയുന്നവനല്ല, നമ്മൾ അറിയാത്തവനാണ്, നമ്മൾ അറിയാത്ത വ്യക്തിയാണ് എന്ന് പറയും. സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്ത്? അദ്ദേഹം ഒരു അപകടത്തിലാണ് എന്ന്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൈഡിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ജാനിന ശബ്ദ की लेखक की व्याख्या से आप कहाँ तक सहमत है? ജാന്ന എന്ന ശബ്ദത്തിന് ലേഖകൻ നൽകിയ വ്യാഖ്യാനത്തിനോട് താങ്കൾ എത്രത്തോളം യോജിക്കുന്നു എന്ന്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ബിൽക്കുൽ സഹമത്ത്, അല്ലേ? തീർച്ചയായിട്ടും അതെന്താണ്? അതിനോട് നമ്മൾ യോജിക്കുന്നുണ്ട്. ബിൽക്കുൽ സഹമത്ത് ഹേ, തീർച്ചയായും അതിനോട് യോജിക്കുന്നു. ഹം ദൂസരെ കിസി ന കിസി കാരൻ സേ, നമ്മൾ മറ്റൊരാളെ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട്, നമ്മളൊരു മറ്റൊരാളെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്. നാം, പത, ജാതി ആദി സേ, പേര് കൊണ്ടോ, അഡ്രസ്സ് കൊണ്ടോ, ജാതി കൊണ്ടോ, പദവി കൊണ്ടോ ജാൻതേ ഹേ, നമ്മൾ അറിയുന്നു. लेकिन किसी को जानना है तो उनके जीवन का हताशा, कठिनाइयों को जाने बिना जानना कभी पूरा नहीं. ഏതെങ്കിലും ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ നിരാശയെയും അതുപോലെ തന്നെ കഠിനായിയും പ്രയാസങ്ങളെയും തിരിച്ചറിയാതെ പോയാൽ തിരിച്ചറിവ് എന്താവുകയില്ല? പൂർണ്ണമാവുകയില്ല. അതാണ് ഇവിടെ ഈ കവിതയിലൂടെ നരേഷ് സക്സേന നമുക്ക് പറഞ്ഞു തരും. ഈ പാരഗ്രാഫിൽ ഒരു വരി എടുത്ത് പറയുകയാണ്, हम एक दूसरों को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना
और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है। लोकगीत की स्थाई की तरह नहीं जानना जानना, नहीं जानना जानना। लोकगीत की स्थाई की तरह नहीं जानना जानना, ये दो शब्द बार बार आता है। കവിതയിലെ ശില്പപക്ഷത്തെ നരേഷ് സക്സേന എടുത്തു പറയുകയാണ്. നാടൻ ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട്, ലോകഗീത് നാടൻ പാട്ട്. നാടൻ പാട്ടിലെ സ്ഥായിക്ക് തര, നിങ്ങൾക്കൊരു നാടൻ പാട്ട് കേട്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു നാടൻ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നാടൻ പാട്ടിലെ സ്ഥായി എന്ന്. ആവർത്തിച്ചു വരുന്ന വരികൾ നാടൻ പാട്ടിലുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ തന്ദിന്നാനെ, താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ തന്ദിന്നാനെ. കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണ്, നിന്നു ചിരിക്കല്ലേടി, നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ തന്ദിന്നാനെ. മുട്ടോളം മുടിയുള്ള പെണ്ണ്, മുല്ലപ്പൂ നിറമുള്ള പെണ്ണ്, നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ, താനോ താനന്ദി നന്ദാനെ തന്ദിന്നാനെ. നിങ്ങൾ ഇപ്പോൾ കേട്ട നാടൻ പാട്ടിൽ കൃത്യമായ വരികൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ കവിതയിലും വരികൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ ഈ കവിതയിലും വരികൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. ആ വരികൾ ഏതൊക്കെയാണ് നോക്കൂ. വ്യക്തിക്കോ മേ നഹീ ജാൻതാ ഥാ, അഥാശാ കോ ജാൻതാ ഥാ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. दोनों एक दूसरों को नहीं जानते थे, साथ चलने को जानते थे. किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. അതായത് ഗദ്യ സാഹിത്യത്തിൽ എഴുതിയ മറ്റൊരു കവിതയിലും ഇത്രത്തോളം ഗീതാത്മകമായ രൂപത്തിൽ കവിത എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിയുടെ കഴിവിനെ വർണ്ണിക്കുകയാണ് ആര് ചെയ്യുന്നത്? സെക്സൻ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. जैसे किसी गज़ल में आखिरी शेर आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. നോക്കൂ, ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഒരു ഗസലിൻ്റെ അവസാന വരികൾ ശ്രോതാക്കളുടെ നാവിൻ തുമ്പത്ത് വരുന്ന പോലെ ഈ കവിതയിലെ അവസാനത്തെ വരിയിലെ സാത്ത് സാത്ത് ചലനെ കെ ബാദ് കവിത പാട് രോക്ക് ദിയാ ജായത്തോ, കവിത വായിക്കുന്നവൻ അത് നിർത്തിവെച്ചാൽ കേൾക്കുന്നവൻ പറയും ജാൻതേ ഥേ. അതൊരു ഗസൽ കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ നാവിൻ തുമ്പത്ത് ആ ഗസലിൻ്റെ വരികൾ വരുന്നുണ്ടോ എന്ന്. നമുക്കൊരു ഗസൽ കേട്ട് നോക്കാം. बेपर्दा नजर आई जो कल चंद बीबियां, बेपर्दा नजर आई जो कल चंद बीबियां, अकबर ज़मीं में गैरते कौमी से गड़ गया. पूछा जो मैंने आपका
पर्दा वो क्या हुआ, कहने लगी कि अक्ल पे मर्दों की पड़ गया। निकलो ना बेनकाब, ज़माना खराब है। निकलो ना बेनकाब, ज़माना खराब है। और उस पे ये शबाब, ज़माना खराब है। निकलो ना बेनकाब, ज़माना खराब है। और उस पे ये शबाब, ज़माना खराब है। निकलो ना बेनकाब, ज़माना खराब है। सब कुछ हमें खबर है, नसीहत न कीजिए। 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 ഗസലിലെ വരികൾ നിങ്ങൾക്കും നാവിൻ തുമ്പത്ത് വന്ന പോലെ ഈ കവിത വായിക്കുന്നവൻ്റെ നാവിൻ തുമ്പത്തും ഈ വരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നതാണ് സക്സേന പറയുന്നത്. ഇതും കവിതയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ശില്പ പക്ഷത്തെ കാണിച്ചു തരുന്നതാണ് ഇതിലൂടെ സക്സേന നമ്മളോട് പറയുന്നത്. അവസാന പാരഗ്രാഫ് നോക്കൂ. യഹ് കവിത ജാന്ന शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है। इस कविता की पहली 2 पंक्तियों में कवि अपनी पूरी बात कह देता है। शेष पंक्तियों उसी कहे गए को सघन और गहरा करती हैं। कविता का संदेश ये है, 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है। जानकारियाँ ज़रूरी नहीं है, किंतु यह संदेश कविता में उपदेश की तरह नहीं आता। എന്താണ് ഈ അവസാന പാരഗ്രാഫിൽ പറയുന്നത്? കവിതയുടെ ജാന്ന എന്ന ശബ്ദത്തിൻ്റെ रूढ़िग्रस्त अर्थ को पूर्ण रूप में बदल देती है. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഇനി ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു ജാന്ന എന്ന ശബ്ദത്തിൻ്റെ സാമ്പ്രദായികമായ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പേരുകൊണ്ടോ ജാതി കൊണ്ടോ വയസ്സുകൊണ്ടോ പദവി കൊണ്ടോ തിരിച്ചറിയുന്നതിനെയാണ് നമ്മൾ റൂട്ടിഗ്രസ് അർത്ഥ് എന്ന് പറയുന്നത്. അതിൻ്റെ സാമ്പ്രദായികമായ അർത്ഥം എന്ന് പറയുന്നത് അത് കവി ഈ കവിതയിലൂടെ പൂർണ്ണമായും പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിരാശയെയും പ്രയാസങ്ങളെയും തിരിച്ചറിയുമ്പോഴാണ് ജാന്ന എന്ന ശബ്ദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം വരുന്നത് എന്നതാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് സക്സേന വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നോക്കൂ, ഈ കവിതയിലെ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യക്ക് തര ജാന്ന ചാഹിയേ, ജാനി പഹ്ചാനി കാ ആവശ്യകത നഹീം എന്നാണ്. മനുഷ്യനെ പോലെ തിരിച്ചറിയാൻ മാനവീയ സംവേദൻ ഹോന ജറൂരി ഹെ. മനസ്സുമായി സംവേദനം നടത്തുന്നത് അനിവാര്യമാണ്, ആവശ്യമാണ്. ഒരു പരിചയമില്ലാത്ത ആളെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് വായിച്ചെടുക്കണം.
ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदन होना ज़रूरी है, जानकारियाँ ज़रूरी नहीं. മനുഷ്യർക്കിടയിൽ മാനവീയ സംവേദൻ ഓന ജറൂരി ഹെ. മനസ്സുകൊണ്ട് സംവേദനം നടത്തൽ അനിവാര്യമാണ്. മനസ്സുകൊണ്ട് വായിക്കുക. ജാൻകാരിയാ നഹീം, തിരിച്ചറിവ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പേരറിയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ പദവി അറിയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ജാതി അറിയണമെന്നില്ല. വീണ് കിടക്കുന്ന, പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ മനസ്സുകൊണ്ട് വായിച്ചെടുക്കുന്നതിനെയാണ്, വായിച്ചെടുക്കണം എന്നതാണ് ഈ കവിതയിലൂടെ നമുക്ക് സന്ദേശമായി, ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് സക്സേന പറയുകയാണ്. മാത്രമല്ല ഈ സന്ദേശം ഒരു ഉപദേശം പോലെ നിങ്ങളിങ്ങനെ ചെയ്യണം, നിങ്ങളിങ്ങനെ ആവണം എന്ന് ഒരിക്കലും കവി എവിടെയും പറയുന്നില്ല. അതാണ് ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നതാണ് സക്സേന പറയുന്നത്. ഇവിടെ ഈ കവിതയിൽ ഈ ടിപ്പണിയിൽ നിന്ന് കൃത്യമായി പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ജാനിന എന്ന ശബ്ദത്തിന് രൂട്ടീഗ്രസ്ത് അർത്ഥ ഹെ ഓർ അസലി അർത്ഥ ഹെ. ഒരു സാമ്പ്രദായികമായി കൊടുക്കുന്ന ഒരു അർത്ഥവുമുണ്ട്, യഥാർത്ഥ ഒരു അർത്ഥവും ഉണ്ട് എന്നാണ് കവി പറയുന്നത്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിസി കാരൺ സേ പദേ നാം ഓഹദേ आदि से जानी पहचानी है, रूढ़िग्रस्त अर्थ जानने का देता है. ജാന്ന എന്ന ശബ്ദത്തിന് നൽകുന്ന സാമ്പ്രദായികമായ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പേര് കൊണ്ടോ പദവി കൊണ്ടോ ജാതി കൊണ്ടോ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരിച്ചറിയുക എന്നതാണ് രൂട്ടീഗ്രസ് അർത്ഥ് ജാന്ന എന്ന പദത്തിന് കവി നൽകുന്നത്, നമ്മളും നൽകുന്നത്. എന്നാൽ അത് മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അസലി അർത്ഥ് ക്യാ ഹെ, ഏക് അഞ്ചാൻ വ്യക്തി ഹെ തോ ബി, അറിയാത്ത വ്യക്തിയാണെങ്കിലും, അപരിചിത വ്യക്തി ഹെ തോ ബി, പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഉൻകി അതാശ, നിരാശ, സങ്കട് സമച്നാ ജറൂരി ഹെ, അത് മനസ്സിലാക്കുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിലാക്കുക എന്നതാണ് ജാന്ന എന്ന ശബ്ദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് കവി പറയുന്നു എന്ന് സക്സേന നമ്മളോട് പറയുന്നു. ഒരു ടിപ്പണി, പരീക്ഷയ്ക്ക് ഒരു ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ടിപ്പണി വായിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, ഒരു ടിപ്പണി എഴുതുമ്പോൾ ഏതൊരു കവിതയുടെ അടിസ്ഥാനത്തിലാണോ ടിപ്പണി എഴുതുന്നത് ആ ടിപ്പണിക്ക് ഒരു ഹെഡിങ് നൽകണം, ഒരു ശീർഷകം നൽകണം. രണ്ടാമത്തത്, കവിയെക്കുറിച്ച് പരിചയപ്പെടുത്തി ചെറിയ ഒരു പാരഗ്രാഫ് എഴുതണം. മൂന്നാമത്തത്, കവിതയുടെ ആശയം കൊണ്ടുവരണം. നാലാമത്തത്, ഈ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം കൂടി ഉൾപ്പെടുത്തി വേണം ഒരു ടിപ്പണി നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ക്ലാസ്സുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്.